കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ സ്കൂളിലെ മഞ്ഞപ്പിത്ത ബാധയിൽ സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. കുടിക്കാൻ ലഭിച്ചിരുന്നത് കിണറ്റിലെ വെള്ളമാണെന്ന് കുട്ടികൾ 24-നോട് പറഞ്ഞു. സ്കൂൾ അനുവദിച്ച വാട്ടർ ഡിസ്പെൻസർ അധ്യാപകരാണ് ഉപയോഗിച്ചിരുന്നത്. കുട്ടികൾക്ക് മാത്രമാണ് മഞ്ഞപ്പിത്ത ബാധയുണ്ടായത്. പൈപ്പിൽ നിന്ന് വെള്ളം വെള്ളിച്ച് കുടിക്കാൻ പറയും. നമ്മുടെ സ്കൂളിൽ ഈ ഒരു ഡിസ്പെൻസർ ഇരിപ്പുണ്ടല്ലോ സ്റ്റാഫ് റൂമിൽ, ടീച്ചർമാർക്ക് ചൂടുവെള്ളവും പച്ചവെള്ളവും ഒക്കെ വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ വെള്ളം കിട്ടാറുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ നിങ്ങൾക്ക് കിണർ വെള്ളമാണോ കിട്ടിയിരുന്നത്? കിണറ്റിലെ വെള്ളമായിരുന്നു തന്നിരുന്നത്. അത് പൈപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. അതിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിയുടെ രക്ഷിതാവിനും രോഗബാധയുണ്ടായി. തൊള്ളൂർ നഗറിലുള്ള കുട്ടിയുടെ പിതാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുജിത് സുരേന്ദ്രൻ വാർത്തകളുമായി ചേർന്ന്. സുജിത്ത്, നല്ല ഗംഭീര അധ്യാപകരാണ് കേട്ടോ. അവിടെ സ്കൂളിൽ ഡിസ്പെൻസർ ഉണ്ട്. അപ്പോൾ അതിലെ ചൂടുവെള്ളം കുടിച്ച് അവരുടെ കാര്യം സേഫ് ആക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ എന്ത് വെള്ളം കുടിച്ചോട്ടെന്ന് വിചാരിക്കുകയും ചെയ്തു. നല്ല അധ്യാപകരാ, ഗംഭീരോ. അതെ ഹഷ്മി, അതായത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച ഒരു ഡിസ്പെൻസറാണ് ആ വാട്ടർ ഡിസ്പെൻസർ. അത് എല്ലാ സ്കൂളുകളിലും പൊതുയിടങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത് ഇത്തരം ഡിസ്പെൻസറുകൾ പുറത്ത് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചിരുന്നത് സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ വെച്ച് അധ്യാപകരായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മളോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. ഈ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിക്കൊണ്ടിരുന്നപ്പോൾ അധ്യാപകർ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന ചില അധ്യാപകർ നമ്മളോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഇത് കുട്ടികൾക്കും കൂടി എല്ലാവർക്കും കൂടി ഉപയോഗിക്കാനുള്ള എന്ന് ചോദിച്ചപ്പം നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് ഇത് കുട്ടികൾ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് ചൂടുവെള്ളവും കൃത്യമായി ലഭ്യമാക്കിയിരുന്നു എന്നാണ് അധ്യാപകർ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ കുട്ടികളുടെ വീടുകളിലേക്ക് എത്തി, മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികളുടെ വീടുകളിലേക്ക് എത്തി അവരോട് നമ്മൾ ഈ കാര്യം ആരാഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് കുട്ടികൾക്ക് ലഭിച്ചിരുന്നത് കിണർ വെള്ളം തന്നെയാണെന്ന്. ആദ്യം പറഞ്ഞിരുന്നത് ഈ സ്കൂളിലല്ല ഇത്തരത്തിലുള്ള രോഗബാധയുടെ ഉറവിടമെന്നായിരുന്നു. പക്ഷേ പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്കൂളിൽ തന്നെയാണ് ഇത് ഉണ്ടായത് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ വരികയും ചെയ്തു. അതിനു പിന്നാലെ ആ വാദം പൊളിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കുട്ടികൾക്ക് ചൂടുവെള്ളം ലഭ്യമാക്കിയിരുന്നെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞത്. അതും പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ തന്നെ പറയുകയാണ് ഇത്തരത്തിൽ അവർക്ക് ലഭിച്ചിരുന്നത് പച്ചവെള്ളം, സ്കൂളിലെ കിണറ്റ് വെള്ളം തന്നെയായിരുന്നു എന്നാണ്. ഇപ്പോൾ മറ്റൊരു കുട്ടി കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. മോനെ, സ്കൂളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ചൂടുവെള്ളമായിരുന്നോ പച്ചവെള്ളമായിരുന്നു? ചൂടുവെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ പൈപ്പ് വെള്ളം യൂസ് ചെയ്തു. പൈപ്പ് വെള്ളം, കിണറ്റിലെ വെള്ളമാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. മറ്റൊരു കാര്യം, ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ രക്ഷിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് മോനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് പോകാൻ പറ്റാത്തത്? നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അവിടെ ചെന്ന എന്തെങ്കിലും ആരുമില്ല. മോൻ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. കിണറ്റ് വെള്ളമാണ് ഉപയോഗിച്ചത്. അതിൽ നിന്ന് സ്കൂളിൽ നിന്ന് തന്നെയാണെന്നാണോ ബോധ്യമുള്ളത്? എനിക്ക് ഉറപ്പുണ്ട്. ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവർക്ക് വന്നപ്പോൾ. സുജിത് സുരേന്ദ്രൻ, അപ്പോൾ കുട്ടികളുടെ അവർ പറയുന്നത് അവർ കിണറ്റിലെ വെള്ളമാണ് കുടിച്ചിരുന്നതെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.